വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രം. ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കും രാജ്യത്തെ ഊർജ്ജ സുരക്ഷയ്ക്കുമായാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ അറിയിച്ചു. ഫെബ്രുവരി 28-നാണ് ഇറാൻ-ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചത്. ഇത് ഗൾഫ് രാജ്യങ്ങളിലാകെ പ്രതിസന്ധിയിലാക്കി. ഇക്കാര്യത്തിൽ 28-ന് പ്രസ്താവനയിലൂടെ സർക്കാർ ആശങ്ക അറിയിച്ചിരുന്നു. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് സർക്കാർ നിലപാടെടുത്തതെന്ന് ജയശങ്കർ പറഞ്ഞു. അതേസമയം പ്രസ്താവനയ്ക്കിടെ രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലാണ് പാർലമെന്റിൽ ഇപ്പോൾ കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ രാജ്യത്തെ ഊർജ്ജ സുരക്ഷയ്ക്കുമാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നതാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-നാണ് ഒരു ഇറാൻ-ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചത്. ഇത് ഗൾഫ് രാജ്യങ്ങളിലാകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നും ഇക്കാര്യത്തിൽ 28-ന് തന്നെ പ്രസ്താവനയിലൂടെ സർക്കാർ ആശങ്ക അറിയിച്ചിരുന്നതായും എസ് ജയശങ്കർ രാജ്യസഭയിൽ പറയുകയുണ്ടായി. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നതാണ് സർക്കാർ നിലപാടെടുത്തതെന്നും ജയശങ്കർ പറഞ്ഞു. എന്നാൽ ഈ ഒരു പ്രസ്താവനയ്ക്കിടെ രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. In touch with our fishermen who operate out of it. This was the situation till 28th February 2020. Once the conflict commenced, the Indian Embassy has facilitated the relocation of Indian students, several Indian students. An advisory update with emergency contact helplines was issued on 3 March. Indian nationals who were in Iran for business reasons were assisted to cross over to Armenia and return home. The embassy in Tehran remains fully operational, in fact on the highest alert. Throughout this period, government maintained close contact with relevant countries.